ചെങ്ങാലൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നിവിടെ ഞങ്ങളുടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ അധ്യാപകരും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക, അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ, അങ്ങനത്തെ ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരുക്കങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ഈ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് നിങ്ങളെ ഞാൻ സെൻറ് മേരീസ് ഹൈസ്കൂൾ ചെങ്ങാലൂര് തികച്ചും ജനാധിപത്യപരമായിട്ടാണ് നമ്മുടെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇലക്ഷൻ ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കണം, അതുപോലെ തന്നെ എല്ലാ ഘട്ടങ്ങളിലൂടെയും 5, 6, 7 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് നമ്മളിവിടെ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. തികച്ചും രഹസ്യ ബാലറ്റ് സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഓരോ കുട്ടികൾക്കും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ രാഷ്ട്രത്തലവന്മാരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നത് കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മളിവിടെ വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ബൂത്ത് സംവിധാനത്തെക്കുറിച്ച് നിങ്ങളോട് കൂടുതലായി പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള അലക്സ് മാഷ് പറയുന്നതായിരിക്കും. കുട്ടികൾക്ക് ഒരു ഇലക്ഷനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തില്ല. അതായത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരു ഇലക്ഷൻ എങ്ങനെ നടത്തണം ഇന്നത്തെ കുട്ടികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. കാരണം പൊതുകാര്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് ഇന്ന് അറിവ് കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒരു ഇലക്ഷൻ ഏത് ഘട്ടങ്ങളിലൂടെയാണ് ആ ഇലക്ഷൻ നടത്തപ്പെടേണ്ടത്, എങ്ങനെയാണ് നടത്തപ്പെടേണ്ടത് എന്നൊരു വ്യക്തമായ ഒരു ധാരണ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് ഇന്നിവിടെ ഇലക്ഷൻ നടത്തിയത്. ഇതിന് നേതൃത്വം നൽകിയത് സോഷ്യൽ സയൻസ് ക്ലബ്ബാണ്. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകം ഇതിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, ഇതെല്ലാം തേർഡ് പോളിംഗ് ഓഫീസർ എല്ലാം അടക്കമുള്ളൊരു സജ്ജീകരണ ഒരു ബൂത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തുകയും അത് ആ രേഖപ്പെടുത്തിയ വോട്ട് വളരെ രഹസ്യ സ്വഭാവത്തിൽ എണ്ണുകയും വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടുണ്ട്. കേട്ട മക്കളെ ഏറ്റെടുക്കാനായിട്ട് സാധിച്ചത്. ഞാൻ കുട്ടികളെ വളരെ സന്തോഷത്തോടെയാണ് ഈ ഡ്യൂട്ടി ഏറ്റെടുത്തത്. വളരെ ഭംഗിയായിട്ട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയും ഇതിനോടൊപ്പം സഹകരിച്ച എല്ലാവരും ഹൈസ്കൂളിൽ ചെങ്ങാലൂരിലെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോസഫ് എന്ന ഞാൻ സ്കൂളിന്റെ അച്ചടക്കവും നിയമാവലികളും പാലിക്കുമെന്നും സ്ഥാപനത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും